कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमद राक्षसान्तकम्. നമുക്കപ്പോൾ ഉത്തര രാമായണം 8-ാം സർഗം നമ്മൾ 41-ാമത്തെ ശ്ലോകം എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയച്ചാൽ ദുർവാസാവ് മുനി ലക്ഷ്മണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് രാമനെ വേഗം കാണണം, എനിക്ക് അത്ര അത്യാവശ്യമായിട്ടൊരു തിടുക്കത്തിൽ എനിക്ക് രാമനെ കാണണം, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? ലക്ഷ്മണന് ഇദ്ദേഹത്തിനെ അകത്ത് കടത്താൻ പറ്റില്ല. അവനോനൊന്ന് പോയി ചോദിച്ചളയാം ചാൽ, അതോ എന്നാ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദുർവാസാവ് മഹർഷി ശപിക്കുകയും ചെയ്യും എല്ലാവരും, അല്ലേ? ആ ഹോൾ കുലത്തിനെ ശപിക്കും. വല്ലാത്തൊരു ധർമ്മസങ്കടമായി. ഇനി 42-43. തശ്രുത്വാ പ്രാഹ സൗമിത്രിർ മുനിം ജ്വലന തേജസം രാമേണ കാര്യം കിം തേദ്യ കിം തേഭീഷ്ടം കരോമ്യഹം രാജാ കാര്യന്തരേ വ്യഗ്രോ മുഹൂർത്തം സമ്പ്രതീക്ഷ്യതാം തശ്രുത്വാ ക്രോധസന്തപ്തോ മുനി സൗമിത്രിമബ്രവീത്. തശ്രുത്വാ സൗമിത്രി അത് കേട്ടിട്ട് പിന്നെ ലക്ഷ്മണൻ ജ്വലന തേജസം മുനിം പ്രാഹ അഗ്നി പോലെ ജ്വലിക്കണ മുനിയോട് പറഞ്ഞു. പേടിയവും ഭയങ്കര തപശക്തിയൊക്കെ ഉണ്ടല്ലോ ദുർവാസാവിന്. ആദ്യത്തെ രാമേണ കിം കാര്യം, ഇപ്പം തന്നെ രാമനെ കണ്ടിട്ട് എന്താ അങ്ങക്ക് കാര്യം? തേ അഭീഷ്ടം കിം, അങ്ങക്ക് എന്താ വേണ്ടത്? അഹം കരോമി, ഞാൻ ചെയ്യാം. രാമന് പകരം എന്ത് കാര്യം അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും, എന്ത് കാര്യത്തിന് ആദ്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. രാമനിപ്പം അത്ര സൗകര്യമില്ല. രാജാ കാര്യാന്തരേ വ്യഗ്ര, രാജാവ് ഒരു വലിയൊരു സംഭാഷണത്തിലെ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തശ്രുത്വ അത് കേട്ടിട്ട് ക്രോധസന്തപ്ത മുനി, ക്രോധത്താൽ ജ്വലിക്കുന്ന മുനി സൗമിത്രിം അബ്രവീത്, സൗമിത്രിയോട് വെച്ചാൽ സുമിത്രാപുത്രൻ വെച്ചാൽ ലക്ഷ്മണനോട് പറഞ്ഞു. എന്തറിയോ? അത് കേട്ടിട്ട് ലക്ഷ്മണൻ അഗ്നിക്ക് തുല്യം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണ ആ തേജസ്സോട് കൂടിയിട്ടുള്ള ദുർവാസാവ് മഹർഷിയോട് പറഞ്ഞു, ഇപ്പം അങ്ങക്ക് രാമനെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്? അങ്ങയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം. രാജാവ് വേറൊരു കാര്യത്തിൽ വളരെ വ്യാപൃതനായിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് സമയം അങ്ങ് ക്ഷമിക്കണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും ദേഷ്യം വന്നു. ക്രോധസന്തപ്തനായി, അല്ലേ? നോക്കൂ, ക്രോധസന്തപ്ത മുനി, ക്രോധാകുലനായി. ആര്? ദുർവാസാവ്. അങ്ങനെയാണല്ലോ സ്വഭാവം, വേഗം ദേഷ്യം വരില്ല. തശ്രുത്വാ പ്രാഹ സൗമിത്രിർ മുനിം ജ്വലന തേജസം രാമേണ കാര്യം കിം തേദ്യ കിം തേഭീഷ്ടം കരോമ്യഹം. 43. രാജാ കാര്യന്തരേ വ്യഗ്രോ മുഹൂർത്തം സമ്പ്രതീക്ഷ്യതാം തശ്രുത്വാ ക്രോധസന്തപ്തോ മുനി സൗമിത്രിമബ്രവീത്. എന്താണ് സൗമിത്രിയോട് പറഞ്ഞത്? ലക്ഷ്മണനോട് പറഞ്ഞത്, മുനി അസ്മിൻ ക്ഷണേതു സൗമിത്രേ ന ദർശയസി ചേദ്വിഭും രാമം സവിഷയം വംശം ഭസ്മീകുര്യാം ന സംശയ. എന്താ പറഞ്ഞ? സൗമിത്രേ, ഹേ ലക്ഷ്മണ, അസ്മിൻ ക്ഷണേ, ഈ ക്ഷണത്തിൽ വിഭും രാമം ന ദർശയസി ചേത്, എന്നെ രാമനെ കാണാൻ സമ്മതിക്കാത്ത പക്ഷം സവിഷയം വംശം, രാജ്യത്തോടുകൂടി വംശത്തെ ഭസ്മീകുര്യാം ന സംശയ, ഞാൻ ഭസ്മാക്കും, സംശയമില്ലാന്ന്. എന്താ പറഞ്ഞേ? ലക്ഷ്മണ, നീയ് ഈ ഒരു നിമിഷത്തിൽ രാമനെ കാണാൻ എനിക്ക് അനുവാദം തന്നില്ലെങ്കിൽ ഈ നിങ്ങളുടെ വംശത്തെയും രഘുകുല വംശത്തെയും രാജ്യത്തെയും ഞാൻ ഭസ്മമാക്കും, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. ആര്? ദുർവാസാവ്. അസ്മിൻ ക്ഷണേ തു സൗമിത്രേ ന ദർശയസി ചേത് വിഭും രാമം സവിഷയം വംശം ഭസ്മീകുര്യാം ന സംശയ.
45, 46. ശ്രുത്വാ തദ്വചനം ഘോരമൃഷേർദുർവാസസോഭൃശം സ്വരൂപം തസ്യ വാക്യസ്യ ചിന്തയിത്വാ സ ലക്ഷ്മണഃ സർവനാശാദ്വരം മേദ്യ നാശോ ഹ്യേകസ്യ കാരണാൽ നിശ്ചിത്യൈവം തതോ ഗത്വാ രാമായ പ്രാഹ ലക്ഷ്മണ. ദുർവാസസഃ ഹൃഷേ, ദുർവാസാവു മഹർഷിയുടെ ഭൃശം ഘോരം തത് വചനം ശ്രുത്വ, ഇത്ര ഭയങ്കരമായിട്ടുള്ള ആ വാക്കുകളെ കേട്ടിട്ട് തസ്യ വാക്യസ്യ സ്വരൂപം ചിന്തയിത്വ, ഈശ്വര ആ വാക്ക് ശരിക്കും അദ്ദേഹം പാലിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ശാപം ഫലിച്ചാൽ എന്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സ ലക്ഷ്മണ, ആ ലക്ഷ്മണൻ ഏകസ്യ കാരണാൽ, ഒരുവൻ്റെ കാരണത്താൽ സർവനാശാത്, അതായത് ഞാനത് കൂട്ടാക്കാത്തോണ്ട് എൻ്റെ വംശം തന്നെ നശിക്കണേക്കാ ഭേദം അദ്യ മേ നാശ വരം, ഞാൻ നശിച്ചാലും സാരില്ല, ഇപ്പോൾ എൻ്റെ നാശം കൊണ്ട് ഒരു വംശത്തിൻ്റെ നാശം രക്ഷിക്കാമെങ്കിൽ ഏവം നിശ്ചിത്യ, ഇപ്രകാരം നിശ്ചയിച്ചിട്ട്, അതാണല്ലോ നല്ലത്. ഞാനിപ്പോൾ അകത്തേക്ക് പോവാൻ സമ്മതിച്ചില്ലാച്ചാൽ എൻ്റെ വംശം തന്നെ നശിപ്പിക്കും. ഞാൻ അകത്തേക്ക് പോയാൽ ആ ആളെ വധിക്കണം എന്നല്ലേ ഏൽപ്പിച്ചണം, എന്നെയല്ലേ വധിക്കുള്ളൂ, വംശത്തിന് നാശം വരില്ല, അപ്പം അതല്ലേ ഭേദം എന്ന് വിചാരിച്ചിട്ട് തഥാ ഗത്വ, അവിടെ നിന്ന് പോയിട്ട് ലക്ഷ്മണ രാമായ പ്രാഹ, ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു. ദുർവാസാവു മഹർഷി ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ, അത് ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എന്തായിരിക്കും ഫലം എന്ന് ആലോചിച്ചപ്പോൾ ലക്ഷ്മണൻ വിചാരിച്ചു, ഇപ്പോൾ രാമൻ്റെ അടുത്ത് പോയാൽ എനിക്ക് മരണം നിശ്ചയമാണ്, ആരും വരാൻ പാടില്ല, കൊന്നാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ കൊല്ലും, എൻ്റെ മരണം ഉറപ്പാണ്. പക്ഷേ ഞാൻ അവിടെ പോയി ദുർവാസാവു മഹർഷിക്ക് കാണണം എന്ന് പറയാൻ ഞാൻ അവിടെ പോയില്ല ചോട്ടെ, ഈ വംശം തന്നെ നശിപ്പിക്കും ദുർവാസാവു മഹർഷിയുടെ ശാപം കൊണ്ട്. അപ്പം സർവനാശം വരുത്തണേക്കാൾ ഭേദം എൻ്റെ നാശമാണല്ലോ ശ്രേഷ്ഠം, ഞാൻ നശിക്കുന്നതാണല്ലോ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കണേക്കാളും അഭികാമ്യം എന്ന് നിശ്ചയിച്ചിട്ട് ലക്ഷ്മണൻ രാമൻ്റെ അടുത്ത് പോയി ദുർവാസാവു മഹർഷി വന്ന കാര്യം ഉണർത്തിച്ചു. ശ്രുത്വാ തദ്വചനം ഘോരം ഋഷേർദുർവാസസോ ഭൃശം സ്വരൂപം തസ്യ വാക്യസ്യ ചിന്തയിത്വാ സ ലക്ഷ്മണ സർവനാശാദ്വരം മേദ്യ നാശോ ഹ്യേകസ്യ കാരണാത് നിശ്ചിത്യൈവം തതോ ഗത്വാ രാമായ പ്രാഹ ലക്ഷ്മണഃ. 47, 48. സൗമിത്രേർവചനം ശ്രുത്വാ രാമകാലം വ്യസർജയത് ശീഘ്രം നിർഗമ്യ രാമോപി ദദർശാത്രേഹ സുതം മുനിം. രാമോഭിവാദ്യ സംപ്രീതോ മുനിം പപ്രച്ഛ സാദരം കിം കാര്യം തേ കരോമീതി മുനിമാഹ രഘുത്തമഃ. സൗമിത്രേഹ വചനം ശ്രുത്വ, ഇങ്ങനെ ലക്ഷ്മണൻ വന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് രാമ കാലം വ്യസർജയത്, രാമൻ കാലനെ പറഞ്ഞയച്ചു. ശീഘ്രം നിർഗമ്യ, കാലനായിട്ടുള്ള സംസാരം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും, എന്തായാലും കാലനോട് പൊക്കോളാൻ പറഞ്ഞു. ശീഘ്രം നിർഗമ്യ, വേഗം പോയിട്ട് വേഗം പുറത്തേക്ക് വന്നു. എന്നിട്ട് അത്രേഹേ സുതം മുനിം ദദർശ, അത്രിയുടെ സുതനായ, അത്രിയുടെ മകനാണ്, അത്രിയുടെ മനസ്സുയുടെ മകനാണ് ദുർവാസാവ്, ശിവൻ്റെ അവതാരമാണെന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ കണ്ടുല്ലോ. അത്രിയുടെയും അനസൂയയുടെയും മകനാണ് ദുർവാസാവേ, പിന്നെ ശിവൻ്റെ അവതാരമാണ്, അല്ലെങ്കിൽ ശിവൻ്റെ അംശാവതാരമാണ്. പിന്നെ ദത്താത്രേയൻ വിഷ്ണുവിൻ്റെ ആണ്, ചന്ദ്രനാണ് അതുകൊണ്ട് മറ്റത് മൂന്നാമത്തെ ബ്രഹ്മാവിൻ്റെ, അങ്ങനെയൊക്കെ നമ്മൾ ഭാഗവതത്തിൽ കണ്ടുല്ലോ. അതാണ് അത്രി മഹർഷിയുടെ മകനായിട്ടുള്ള ദുർവാസാവിനെ പോയി കണ്ടു. മുനിയെ അഭിവാദ്യം ചെയ്തിട്ട് സംപ്രീത രാമൻ സാദരം മുനിം പപ്രച്ഛ, മുനിയോട് ചോദിച്ചു ആദരവോട് കൂടിയിട്ട്, തേ കിം കാര്യം കരോമി, അങ്ങക്ക് എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം. ഇത് രഘുത്തമഃ മുനിം ആഹ, രഘുത്തമൻ മുനിയോട് പറഞ്ഞു എന്ന്. അതായത് ലക്ഷ്മണൻ വന്ന് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ കാലനെ രാമൻ പൊക്കോളൂ എന്ന് പറഞ്ഞയച്ചു. വേഗം പുറത്തേക്ക് വന്നു. അത്രിയുടെ മകനായിട്ടുള്ള ദുർവാസാവു മഹർഷി മുനിയെ കണ്ടു, വന്ദിച്ചു. എന്നിട്ട് വളരെ ആദരവോടുകൂടി ചോദിച്ചു, അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സൗമിത്രേർവചനം ശ്രുത്വാ രാമകാലം വ്യസർജയത് ശീഘ്രം നിർഗമ്യ രാമോപി ദദർശാത്രേഹേ സുതം മുനിം.
രാമോഭിവാദ്യ സംപ്രീതോ മുനിം പപ്രച്ഛ സാദരം കിം കാര്യം തേ കരോമീതി മുനിമാഹ രഘുത്തമഃ. ഇനി 49, 50, 51, 52, 53 ഒന്നിച്ചാണ്. തച്ഛുത്വാ രാമവചനം ദുർവാസ രാമമബ്രവീത് അദ്യ വർഷസഹസ്രാണാം ഉപവാസ സമാപനം അതോ ഭോജനമിച്ഛാമി സിദ്ധം യത്തേ രഘുത്തമ. രാമോ മുനിവച ശ്രുത്വാ സന്തോഷേണ സമന്വിതഃ സസിദ്ധമന്നം മുനയെ യഥാവൽ. അതുവരെ മതി, 2 വായിച്ചിട്ട് നിർത്താം. തത് ശ്രുത്വ. അപ്പോൾ 49, 50. തത് രാമവചനം ശ്രുത്വ, ആ രാമൻ്റെ വാക്യം കേട്ടിട്ട് ദുർവാസാഹ രാമം അബ്രവീ, ദുർവാസാവ് മഹർഷി രാമനോട് പറഞ്ഞു, അദ്യ വർഷസഹസ്രാണാം ഉപവാസ സമാപനം, 1000 വർഷം ഞാൻ ഉപവാസം അനുഷ്ഠിച്ചു. അതിൻ്റെ അവസാനം ഇന്നാണ്, അത് സമാപ്തമാവണത്, അതിൻ്റെ സമാപ്തി ഇന്നാണ്. ആ 1000 വർഷം ഞാൻ അനുഷ്ഠിച്ച ഉപവാസത്തിൻ്റെ സമാപ്തി ഇന്നാണ്. അതഹ രഘുത്തമഃ, അതുകൊണ്ട് ഹേ രഘുത്തമ, യൽ സിദ്ധം തദ് ഭോജനം ഇച്ഛാമി, എനിക്ക് അതുകൊണ്ട് ആ ഭോജനം എനിക്ക് ഇനിയിപ്പോൾ ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കണതല്ലേ, അതുകൊണ്ട് ഞാൻ അത് മുറിക്കേണ്ട മുഹൂർത്തമായി. അപ്പം എനിക്ക് ഭോജനം വേണം, ഭോജനം തരണം എന്ന് പറഞ്ഞു. ഭോജനം ഇച്ഛാമി സിദ്ധം യത്തേ രഘുത്തമ. അത് കേട്ടപ്പോൾ അത് വിഷമമൊന്നുമില്ലല്ലോ, ധാരാളം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ മുനിവചഃ ശ്രുത്വ, മുനിവാക്യം ശ്രവിച്ചിട്ട് സന്തോഷേണ സമന്വിത രാമ, സന്തോഷത്തോടു കൂടിയ രാമൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഇനി അടുത്തേലാണ് രാമൻ അങ്ങോട്ട് പറയണത്. അത് കേട്ടപ്പോൾ, അതായത് പിന്നെ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുല്ലോ പിന്നെ ശ്രീരാമ ഭഗവാൻ. അപ്പം പറഞ്ഞു, രാമൻ പറഞ്ഞത് കേട്ടിട്ട് ദുർവാസാവ് മഹർഷി രാമനോട് പറഞ്ഞു, അനേകായിരം വർഷമായിട്ട് ഞാൻ ഉപവസിക്കുകയാണ്, അത് ഇന്നാണ് അവസാനിക്കണത്. അതുകൊണ്ട് ഹേ രഘുത്തമ, ഭോജനം എനിക്ക് തരണം, ധാരാളം ഭക്ഷണം തരണം. വിശേഷമായിട്ടൊന്നും വേണ്ട, സാധാരണ പോലെ ഉണ്ടാക്കി തന്നാൽ മതി, എനിക്ക് പക്ഷെ ഭോജനം വേണം. അത് കേട്ട രാമൻ സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, എന്നിട്ട് സന്തോഷിച്ചു അത് കേട്ടിട്ട് എന്ന് പറഞ്ഞ് നിർത്തി നമ്മൾ അതിനല്ലേ, സന്തോഷേണ സമന്വിത കേട്ടു. അപ്പോൾ 49, 50 വായിച്ച് 51, 52, 53 വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. തച്ഛ്രുത്വാ രാമവചനം ദുർവാസ രാമം അബ്രവീത് അദ്യ വർഷസഹസ്രാണാം ഉപവാസ സമാപനം അതോ ഭോജനമിച്ഛാമി, ഭോജനം ആഗ്രഹിക്കണമെന്ന്, ഭക്ഷണം കഴിക്കാനേ. സിദ്ധം യത്തേ രഘുത്തമ രാമോ മുനിവച ശ്രുത്വാ സന്തോഷേണ സമന്വിത. 51 സസിദ്ധമന്നം മുനയെ യഥാവൽ സമുപാഹരത് മുനിർഭുക്ത്വാന്നമൃതം സന്തുഷ്ട പുനരഭ്യഗാത് സ്വമാശ്രമം ഗതേ തസ്മിൻ രാമ സംസ്മാര ഭാഷിതം കാലേന ശോകദുഃഖാർത്തോ വിമനാശ്ചാദിവിഹ്വല. 53 അവാങ്മുഖോ ദീനമന ന ശശാകാഭിഭാഷിതും മനസാ ലക്ഷ്മണം ജ്ഞാത്വാ ഹതപ്രായം രഘുദ്വഹ. പിന്നെന്താ, സന്തോഷമായി രാമൻ എന്ന് പറഞ്ഞു. പിന്നെ സിദ്ധം അന്നം അവിടെ തയ്യാറായിട്ട് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തെ മുനയെ സമുപാഹരത്ത്, മുനിക്കായിക്കൊണ്ട് സമർപ്പിച്ചു. ഓൾറെഡി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാ ദിവസവും, അത് മതിയെന്നും പറഞ്ഞു. അത് മുനിക്കായിട്ട് കൊടുത്തു, സമർപ്പിച്ചു. അമൃതം അന്നം ഭുക്ത്വ, അമൃതത്തിന് സമമായിട്ടുള്ള ആ ഭക്ഷണം ഭുജിച്ചിട്ട് സന്തുഷ്ട മുനി പുനഃ അഭ്യഗാത്, സന്തോഷിച്ചിട്ടുള്ള മുനി പിന്നെ പോയി അവിടുന്ന്. അത് മാത്രമേ ഉള്ളൂ, ഉണ്ണാൻ വേണ്ടി വന്നതാണ്. അത്ര ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലല്ലോ. തസ്മിൻ സ്വം ആശ്രമം ഗതേ സതി, ആ മുനി എന്നിട്ട് സ്വന്തം ആശ്രമത്തിൽ പോയിട്ട് ആശ്രമത്തേക്ക് പോയപ്പോൾ രാമ കാലേന ഭാഷിതം സസ്മാര, രാമൻ അവർ തമ്മിലുള്ള സംഭാഷണത്തിന് മുമ്പേ രാമൻ കാലൻ തന്നോട് പറഞ്ഞ ആ കാര്യം ഓർമ്മിച്ചു. എന്താ തന്നോട് പറഞ്ഞത്? ആരെങ്കിലും അത് കാണാനോ കേൾക്കാനോ ഇടയായാൽ അവനെ വധിക്കണമെന്ന് പറഞ്ഞുല്ലോ, അത് ഓർമ്മിച്ചു. ശോകേന, ദുഃഖായി, ശോകത്താൽ, ദുഃഖാർത്ഥനായിട്ടും വിമന ചാൽ മനസ്സിന് സന്തോഷം നശിച്ചവനും അതിവിഹ്വലാച്ച
അങ്ങേയറ്റം പരവശനും അവാങ്മുഖ മുഖം താഴ്ത്തിക്കൊണ്ട് ദീനമന തളർന്ന മനസ്സോടുകൂടിയവനുമായ രാമ ഭാഷിതും ന ശശാക. അതങ്ങടെ ഓർമ്മ വന്നു. ദുർവാസാവ് ഊണി കഴിച്ച് പോയപ്പോഴാണ് അയ്യോ തന്നോട് ഒരു പ്രതിജ്ഞ, ഞാനൊരു പ്രതിജ്ഞ ചെയ്തു കാലനോട്, ഇത് നമ്മുടെ സംഭാഷണം കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ ഒരാൾ കേൾക്കുകയോ ഇട വന്നാൽ അയാളെ കൊല്ലാമെന്ന് ഞാൻ പറഞ്ഞുല്ലോ പ്രതിജ്ഞ. അതങ്ങോട്ട് ഓർമ്മ വന്നപ്പോൾ ഭയങ്കര വിഷമായിട്ട് ഒന്നും ഒരു വാക്ക് സംസാരിക്കാൻ പോലും ശക്തനാവാതെ മനസ്സ് തളർന്നവനായി ദുഃഖാർത്തനായിട്ട് പരവശനായിട്ട് അവിടെ ഇരുന്നു. ലക്ഷ്മണം ഹതപ്രായം മനസാജ്ഞാത്വ. ലക്ഷ്മണനെ കൊല്ലുന്നെ വേണമല്ലോ എന്ന്, അതായത് ഞാൻ കൊന്നു എന്നുള്ള പോലെ, കൊന്നു കഴിഞ്ഞു എന്നുള്ള പോലെ ദുഃഖിച്ചു. കൊന്നിട്ടില്ല, കൊന്നു കഴിഞ്ഞു എന്നുള്ള, അതായത് ലക്ഷ്മണൻ എന്നാൽ വധിക്കപ്പെട്ടതിന് തുല്യമായിട്ടുള്ള മനസ്സോടുകൂടി അവിടെ നിന്നു രഘുശ്രേഷ്ഠൻ, അതായത് രഘുത്തമൻ. എന്താണ് രാമൻ പറഞ്ഞത് കേട്ട് ദുർവാസാവ് മുനി രാമനോട് പറഞ്ഞു, ഞാൻ അനേകായിരം വർഷോപകാസം സ്വീകരിച്ചു, അതിനാണല്ലോ ഞാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, കൊടുത്തു. അമൃതസമൃദ്ധമായിട്ടുള്ള അന്നം ഭക്ഷിച്ച് മുനിക്ക് സന്തോഷമായി പോവുകയും ചെയ്തു. ആ മുനി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയതിന് ശേഷമാണ് രാമൻ കാലിനോട് താൻ ചെയ്ത ആ പ്രതിജ്ഞയെപ്പറ്റി ഓർത്തങ്ങോട്ട്, അതങ്ങോട്ട് ഓർമ്മ വന്നപ്പോൾ അങ്ങോട്ട് ദുഃഖിച്ചു. മനസ്സങ്ങോട്ട് പരവശമായി തളർന്നു. മുഖം താഴ്ത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഒരക്ഷരം സംസാരിക്കാൻ ശക്തനായില്ല രാമൻ. ലക്ഷ്മണൻ്റെ അവസാനമായി, അല്ലെങ്കിൽ ലക്ഷ്മണനെ താൻ വധിച്ചു എന്ന് തന്നെ തോന്നാൻ തുടങ്ങി. വധിച്ചിട്ടില്ലെങ്കിലും വധിച്ചതിന് തുല്യമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചു. അതാണ് അത്. മൂന്നെണ്ണം വായിക്കാം. 51, 52, 53. സസിദ്ധമന്നം മുനയെ യഥാവൽ സമുപാഹരത് മുനിർഭുക്വാന്നമൃതം സന്തുഷ്ട പുനരഭ്യഗാത് സ്വമാശ്രമം ഗതേ തസ്മിൻ രാമ സംസ്മാരഭാഷിതം കാലേന ശോകദുഃഖാർത്തോ വിമനാശ്ചാദിവിഹ്വലഃ അവാങ്മുഖോ ദീനമന ന ശശാകാഭിഭാഷിതും. മിണ്ടാനും കൂടി ശക്തനായില്ല. മനസാ ലക്ഷ്മണം ജ്ഞാത്വാ ഹതപ്രായം രഘുദ്വഹ. ഓൾറെഡി വധിച്ചു എന്നുള്ള പോലുള്ള ദുഃഖം ഉണ്ടായി. ഇനി 54, 55, 56. അവാങ്മുഖോ ബഭൂവാഥ തൂഷ്ണീം ഏവാഖിലേശ്വരഃ തതോ രാമം വിലോക്യാഹ സൗമിത്രിർദുഃഖസംപ്ലുതം. പാവട്ടോ. തൂഷ്ണീം ഭൂതം ചിന്തയന്തം ഗർഹന്തം സ്നേഹബന്ധനം മൽകൃതേ ത്യജ സന്താപം ജഹിമാം രഘുനന്ദന. ഗതികാലസ്യ കലിതാ പൂർവമേവേദൃശീ പ്രഭോ ത്വയി ഹീനപ്രതിജ്ഞേതു നരകോ മേ ധ്രുവം ഭവേത്. പാവം. അവാങ്മുഖ അഖിലേശ്വര, മുഖം താഴ്ത്തിയിരിക്കുന്ന ഈ സർവേശ്വരനായിട്ടുള്ള രാമൻ തൂഷ്ണീം ഏവാ ബഭൂവ, ഒന്നും മിണ്ടാതിരുന്നു. തതഃ സൗമിത്രി ദുഃഖസംപ്രദം തൂഷ്ണീം ഭൂതം സ്നേഹബന്ധനം ഗർഹന്തം ചിന്തയന്തം രാമം വിലോക്യ ആഹ. അപ്പോ തതഃ സൗമിത്രി, അപ്പം ലക്ഷ്മണൻ ദുഃഖസംപ്ലുത്തം, ദുഃഖത്തിൽ മുഴുകിയവനും, തൂഷ്ണീം ചന്ത, ഒന്നും സംസാരിക്കാതിരിക്കുന്നവനും, ഭൂതം സ്നേഹബന്ധനം, സ്നേഹബന്ധത്തെ നിന്ദിച്ചും ചിന്തിച്ചും ഇരിക്കുന്ന, ഗർഹന്തം ചിന്തയന്തം, ഇങ്ങനെ ആരെയും സ്നേഹിച്ചുകൊണ്ടല്ല എനിക്ക് ദുഃഖം, സ്നേഹിക്കേ വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ച് സ്നേഹബന്ധത്തിനെ നിന്ദിച്ചും അതിനെപ്പറ്റി ചിന്തിച്ചും ഇരിക്കുന്ന രാമം വിലോക്യ, രാമനെ നോക്കിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. എന്താ പറഞ്ഞ? രഘുനന്ദന മൽകൃതേ സന്താപം ത്യജ. ഹേ രാമചന്ദ്ര ഭഗവാനെ, എന്നെ കുറിച്ചിട്ടുള്ള ദുഃഖത്തിനെ ത്യജിച്ചാലും, എന്നെക്കുറിച്ച് ദുഃഖിക്കണ്ട. മാം ജഹി, എന്നെ ഉപേക്ഷിച്ചാലും, പൂർവം ഏവ, പണ്ടു തന്നെ, ഈദൃശി ഗതിഹി, ഈ മാതിരിയുള്ള ഒരു ഗതി, കാലസ്യ കലിത, കാലനാൽ ഉണ്ടാക്കപ്പെട്ടതാ. ഇത് അതായത് വിധിയാണെന്നർത്ഥം. കാലൻ്റെ നിശ്ചയമാണ് ഇത്, ഇങ്ങനെ ഉണ്ടാവണമെന്നേ. ത്വയി ഹീനപ്രതിജ്ഞേതു, അങ്ങ് പ്രതിജ്ഞയ്ക്ക് എന്നെ കൊല്ലാതിരുന്നാൽ, എന്നെ വധിക്കാതിരുന്നാൽ അങ്ങയുടെ പ്രതിജ്ഞയ്ക്ക് ഭംഗം ആവും അല്ലേ, പ്രതിജ്ഞാഭംഗമാവും.
ധ്രുവം മേ നരകഃ ഭവേത്, നിശ്ചയമായും അപ്പം എനിക്ക് നരകം ഭവിക്കും. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ കൊല്ലാതിരുന്നാൽ അങ്ങ് കാലിനോട് ചെയ്ത് പ്രതിജ്ഞ നിറവേറ്റാതിരിക്കലല്ലേ അത്. അപ്പം എനിക്കെന്നെ അത് നരകം പോകുന്നത്. അപ്പം എന്താണ് ഈ 3 ശ്ലോകം കൂടി പറയുമ്പോൾ, ഈ ലോകേശ്വരനായിട്ടുള്ള ഈ രാമൻ തലയും താഴ്ത്തി മിണ്ടാതിരുന്നു. ദുഃഖത്തിൽ മുങ്ങിയും ഇങ്ങനത്തെ സ്നേഹബന്ധങ്ങളെ ആണല്ലോ എനിക്കിങ്ങനെ ദുഃഖം വരണതെന്ന് പറഞ്ഞിട്ട് സ്നേഹബന്ധത്തെ നിന്ദിച്ചും സ്നേഹം കൊണ്ട് വധിക്കാൻ കഴിയായ്മ അങ്ങനെ വരുമല്ലോ. സ്നേഹം കൊണ്ട് എങ്ങനെ വധിക്കും അല്ലേ? അങ്ങനെയുള്ള ആ ഒരു വല്ലാത്ത വധിക്കാതിരുന്നാൽ പ്രതിജ്ഞ നിറവേറ്റാതെ ഇരിക്കുകയും ചെയ്യും. എന്താ വേണ്ടതെന്ന് ശരിക്കെന്നെ ഇതി കർത്തവ്യത മൂഢനായിട്ട് ചിന്തിച്ച് ഒന്നും മിണ്ടാതിരിക്കണ രാമനെ കണ്ടിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഹേ രഘുത്തമ, ഞാൻ കാരണപ്പം അങ്ങ് അനുഭവിക്കണ ദുഃഖം ആവശ്യമില്ല, അതിനെ ത്യജിച്ചോളൂ. ആ ദുഃഖത്തിനെ ത്യജിക്കൂ, എന്നെ ഉപേക്ഷിക്കൂ. അല്ലാതെ അങ്ങയുടെ പ്രതിജ്ഞ നിറവേറ്റാതിരിക്കരുത്. ഇതൊക്കെ ഇപ്രകാരമൊക്കെ സംഭവിക്കണ മുമ്പ് തന്നെ കാലസ്വരൂപനായിട്ടുള്ള അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ഹേ ശ്രീരാമ ഭഗവാനെ, അങ്ങന്ന് ആ പ്രതിജ്ഞാഭംഗം വരുത്തിയാൽ, എനിക്ക് അങ്ങ് പ്രതിജ്ഞ നിറവേറ്റാതിരുന്നാൽ എനിക്ക് നരകമാണ്, നിശ്ചയമാണ് എനിക്ക് നരകം. പ്രതിജ്ഞാപരിപാലനം എപ്പോഴും ഒരു ക്ഷത്രിയന് അത്ര പ്രധാനമാണ്. പ്രതിജ്ഞ നിറവേറ്റലാണ് ഒരു ക്ഷത്രിയൻ്റെ വൺ ഓഫ് ദ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് പ്രതിജ്ഞ നിറവേറ്റലാണ്. മുഖ്യധർമ്മമാണ് അതൊരു ക്ഷത്രിയൻ്റെ. അതുകൊണ്ട് അങ്ങ് ഈ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരാത്ത വിധം അങ്ങ് എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അവാങ്മുഖോ ബഭൂവാഥ തൂഷ്ണീമേവാഖിലേശ്വരഃ തതോ രാമം വിലോക്യാഹ സൗമിത്രിർദുഃഖസംപ്ലുതം തൂഷ്ണീംഭൂതം ചിന്തയന്തം ഗർഹന്തം സ്നേഹബന്ധനം മത്കൃതേ ത്യജ സന്താപം ജഹിമാം രഘുനന്ദന ഗതികാലസ്യ കലിതാ പൂർവമേവേദൃശീ പ്രഭോ ത്വയി ഹീനപ്രതിജ്ഞേ തു നരകോ മേ ധ്രുവം ഭവേത്. 57. മയി പ്രീതിര്യതി ഭവേദ്യനുഗ്രാഹ്യതാ തവ ത്യക്ത്വാ ശങ്കാം ജഹി പ്രാജ്ഞാ മാമാ ധർമ്മം ത്യജ പ്രഭോ. മയി പ്രീതി ഭവേദ്യതി, എന്നോട് സ്നേഹം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, തവ അനുഗ്രാഹ്യത യതി, അങ്ങയുടെ അനുഗ്രഹം അങ്ങ് എന്നെ അനുഗ്രഹിക്കാനാണ് ഇച്ഛിക്കുന്നതെങ്കിൽ, പ്രാജ്ഞ, ഹേ സർവേശ്വര, ശങ്കാം ത്യക്ത്വ, അതിനെപ്പറ്റി ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ഒരു വിഷമം, ഒരു ശങ്ക വേണ്ട. മാ ജഹി, എന്നെ ത്യജിച്ചാലും, പ്രഭോ ധർമ്മം മാം ത്യജ, എന്നെ ത്യജിച്ചാലും ധർമ്മം ത്യജിക്കരുതേ, ക്ഷത്രിയ ധർമ്മം ത്യജിക്കരുതേ. എന്താ പറഞ്ഞ, എന്തൊരു സ്നേഹമാണ് ലക്ഷ്മണനല്ലേ. ഹേ സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ, നിന്തിരുവടിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹവും എന്നെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ശങ്കയും കൂടാതെ എന്നെ ഉപേക്ഷിക്കൂ. ധർമ്മത്തെ വെടിയരുതേ, ധർമ്മം വെടിയരുതേ. അതായത് എനിക്ക് വേണ്ടിയിട്ട് ധർമ്മം വെടിഞ്ഞാൽ ഈ ലോകത്തിന് അങ്ങൊരു മാതൃകയല്ലാതെ ആയി തീരും അല്ലേ. പ്രതിജ്ഞ നിറവേറ്റാതിരിക്കുക, സഹോദര സ്നേഹം കൊണ്ട് പ്രതിജ്ഞ മറന്നു എന്ന് ആൾക്കാർ പറയില്ലേ, അതൊരധർമ്മാവും. അതുകൊണ്ട് എനിക്ക് നരകം സിദ്ധിക്കും. അതുകൊണ്ട് എന്നെ ഒരു സംശയവും കൂടാതെ ത്യജിച്ചാലും. 57. മയി പ്രീതിര്യതി ഭവേദ്യനുഗ്രാഹ്യതാ തവ ത്യക്ത്വാ ശങ്കാം ജഹി പ്രാജ്ഞാ മാമാ ധർമ്മം ത്യജ പ്രഭോ. ഒന്നുകൂടി ചെയ്യാം. സൗമിത്രിണോക്തം തച്ഛ്രുത്വാ രാമശ്ചലിതമാനസ ആഹൂയ മന്ത്രിണ സർവാൻ വസിഷ്ഠം ചേതമബ്രവീത്. സൗമിത്രിണ ഉക്തം തച്ഛ്രുത്വാ, സൗമിത്രിയുടെ ലക്ഷ്മണൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ചിട്ട് ചലിതമാനസ രാമ, ചലിച്ച മനസ്സോടുകൂടിയ, ചഞ്ചലമായിട്ടുള്ള മനസ്സോടുകൂടിയ രാമൻ സർവാൻ മന്ത്രിണഃ വസിഷ്ഠം ച ആഹൂയ, എല്ലാ മന്ത്രിമാരെയും സുമന്ത്രരെയും ബാക്കി എല്ലാ മന്ത്രിമാരെയും വസിഷ്ഠ മഹർഷിയെയും
ആഹ്വാനം ചെയ്തിട്ട്, അതായത് വിളിച്ചിട്ട് ഇതം അബ്രവീതി ഇങ്ങനെ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടപ്പോൾ രാമന് മനസ്സ് എന്താ വേണ്ടെന്നറിയാണ്ടായി. അതായത് പിന്നെ സഹോദരനോടുള്ള സ്നേഹത്തിൽ ഒരു വല്ലാത്തൊരു എന്താ പറയുക, വല്ലാതെ ചലനം വന്നു മനസ്സിന്. അതായത് പിന്നെ എന്തായാലും ഇനി എനിക്ക് പ്രതിജ്ഞ നിറവേറ്റാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധർമ്മം രക്ഷിക്കണമെന്ന് തീർച്ചയാക്കിയിട്ട്, ധർമ്മം തന്നെയാണ് രക്ഷിക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞില്ലേ, ശരിയാണ്, ഞാൻ എൻ്റെ ധർമ്മം തന്നെ രക്ഷിക്കട്ടെ എന്ന് തീർച്ചയാക്കിയിട്ട് സഹോദരനോടുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു. എന്നിട്ട് എല്ലാ മന്ത്രിമാരോടും വസിഷ്ഠ മഹർഷിയോടും വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. ഈ 58 കഴിഞ്ഞിട്ട് സൗമിത്രിണോക്തം തശ്രുത്വാ രാമശ്ചലിതമാനസ ആഹൂയ മന്ത്രിണ സർവാൻ വസിഷ്ഠം ചേതമബ്രവീത്. എന്താണ്, ലക്ഷ്മണനെ വധിക്കാൻ തന്നെ തീർച്ചയാക്കിയിട്ടാണ് മന്ത്രിമാരോടും വസിഷ്ഠനോടും വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.